നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് കുങ്കുമാതി തൈലത്തിനെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ ആണ്. ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ കുങ്കുമാതി തൈലത്തിനെ കുറിച്ചിട്ട് കുറേ പേർക്ക് കുറേ ഡൗട്ട്സ് ഉണ്ട്. ഈ കുങ്കുമാതി തൈലം യൂസ് ചെയ്യുകയാണെങ്കിൽ വെളുക്കും, അതുപോലെ തന്നെ പാടുകൾ പോവുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഡൗട്ട്സ് ഒക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ കുങ്കുമാതി തൈലം എന്താണെന്ന് പറയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. കുങ്കുമാതി തൈലം എന്ന് പറയുന്നത് ഒരു ആയുർവേദിക് പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കുങ്കുമാതി തൈലം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ സൺ ടാൻ ഉണ്ടായിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഫേസിൽ ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ട്, പിന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കുങ്കുമാതി തൈലം യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്ട്രെച്ച് മാർക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കുങ്കുമാതി തൈലം യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡെലിവറിക്ക് ശേഷമാണെങ്കിലും അതുപോലെ വെയിറ്റ് കുറയുമ്പോഴൊക്കെ സ്ട്രെച്ച് മാർക്ക് വരില്ലേ, അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ ഒരു കുങ്കുമാതി തൈലം യൂസ് ചെയ്യാം. എല്ലാം കൂടി നോക്കി പറയുകയാണെങ്കിൽ ഈ കുങ്കുമാതി തൈലം എന്ന് പറയുന്നത് ഒരു ആൾ ഇൻ വൺ പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ ഒരുമാതിരിപ്പെട്ട സ്കിൻ പ്രോബ്ലംസിനൊക്കെ നമ്മൾ ഈ ഒരു കുങ്കുമാതി തൈലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു കുങ്കുമാതി തൈലം എങ്ങനെയാണ് യൂസ് ചെയ്യുക, എങ്ങനെ യൂസ് ചെയ്താലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക, അതുപോലെ തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുങ്കുമാതി തൈലമാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കണ്ടംകുളത്തി വൈദ്യശാലയുടെ കുങ്കുമാതി തൈലാണ്. ഇത്ര പോകുന്നൊരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിലിന് 210 രൂപയാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ചൊക്കെ ഞാൻ അത്രയും ഭാഗം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഇതിൻ്റെ ബോക്സ് ഇതാണ്ടോ ഇങ്ങനെയാണുള്ളത്. അതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ ഒരു പേപ്പർ ഉണ്ട് കേട്ടോ. ആ പേപ്പറിൻ്റെ ഉള്ളിൽ ഈ ഒരു കുങ്കുമാതി തൈലത്തിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ്, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ബോട്ടിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചെറിയ പഴയ സ്പ്രേ ബോട്ടിലിനൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ ഒരു സംഭവം, നമ്മളെ മേത്ത് ഇങ്ങനെ ഇതാക്കുകയല്ലേ നമ്മൾ ചെയ്യുക, അതുപോലെ തന്നെ ഒരു ഇതുണ്ട്. അപ്പോൾ അതിങ്ങനെ എടുക്കുക. കുറച്ച് പാടാണ്, കുറച്ച് ടൈറ്റായിട്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു സംഭവം കൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാം. ഇത് ഒരു 5 ഡ്രോപ്സ് ആണ് എടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു കുങ്കുമാതി തൈലം ഒരു 5 ഡ്രോപ്സ് ആണ് എടുക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ ഫേസിൽ പുരട്ടാം. നമ്മൾ എവിടേക്കാണോ നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉള്ളത്, അതുപോലെ എവിടെയാണോ നമുക്ക് കുരു വന്നിട്ടുള്ള പാടുകൾ ഉള്ളത്, നമുക്ക് പ്രശ്നം എവിടേക്കാണോ അവിടേക്ക് നന്നായിട്ട് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാം. നല്ല മണമാണ് കേട്ടോ. എത്ര പേർക്ക് ഇഷ്ടാവും എന്നറിയില്ല. ചെറിയൊരു കുത്തണ മണമാണ്, നമ്മുടെ കുങ്കുമപ്പൂവിൻ്റെ ഒക്കെ മണമില്ലേ ആ മണം. അതുപോലെ ഇതിൻ്റെ കളറ് ചെറിയൊരു ഇതുണ്ടോ, എൻ്റെ നെറ്റിയിൽ നിങ്ങൾക്ക് ഇതവിടെ കാണുന്നുണ്ടാവും അല്ലേ, ഒരു റെഡ് ഒരു മെറൂൺ കളർ പോലെയാണ്. അപ്പോൾ അത് ഇത്രയും എടുത്തിട്ട് നമ്മുടെ കൈ യൂസ് ചെയ്ത് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് പ്രശ്നമുള്ള ആ ഒരു ഭാഗത്താണ് നമ്മൾ പുരട്ടേണ്ടത്. പിന്നെ നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എമൗണ്ട് മാത്രം നിങ്ങൾ മുഖത്ത് പുരട്ടുക. കാരണം ഇത് കുറച്ച് ഓയിലി ആയിട്ടുള്ള തൈലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കൂടുതലായി കഴിഞ്ഞാൽ പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല നിങ്ങളുടെ എവിടേക്കാണോ പ്രശ്നമുള്ളത് വെച്ചാൽ അവിടെ മാത്രം നിങ്ങൾക്ക് ഈ ഒരു കുങ്കുമാതി തൈലം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് ചൂടാവണം. അപ്പോൾ ചൂടാവുമ്പോൾ ഈ ഒരു തൈലം നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രാവിലെ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ രാത്രി യൂസ് ചെയ്യാം. രാത്രി നിങ്ങൾക്ക് നിങ്ങളുടെ ഓയിലി സ്കിൻ അല്ല എന്നുണ്ടെങ്കിൽ മാത്രം രാത്രി യൂസ് ചെയ്തിട്ട് രാവിലെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. കാരണം ഞാൻ ഓയിലി സ്കിന്നുകാർക്ക് ഇത് രാത്രി യൂസ് ചെയ്യുന്നത് പ്രിഫർ ചെയ്യില്ല. കാരണം കുറേ സമയം നമ്മുടെ സ്കിന്നിൽ ഇതിങ്ങനെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പിമ്പിൾസ് വരും. അപ്പോൾ അതുകൊണ്ട് രാത്രി യൂസ് ചെയ്യാതെ പകൽ യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഓയിലി സ്കിന്നുകാർ കേട്ടോ.
ഡ്രൈ സ്കിന്നാണ് അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി യൂസ് ചെയ്തിട്ട് രാവിലെ വാഷ് ചെയ്ത് കളയാം. പിന്നെ ഇതിൽ ഇതിൻ്റെ കറക്റ്റ് വേ എന്താ വെച്ചാൽ ഇതെങ്ങനെയാണ് വാഷ് ചെയ്ത് കളയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപയർ പൊടിയോ അങ്ങനെ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഫേസ് വാഷ് പൗഡറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് വാഷ് ചെയ്ത് കളയേണ്ടത്, നമ്മുടെ ഫേസ് വാഷ് ചെയ്ത് കളയേണ്ടത്. അതും അരമണിക്കൂർ ഇതിങ്ങനെ വെച്ചതിന് ശേഷം മുഖത്ത് നമ്മളിങ്ങനെ കുറച്ച് 5 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ നമ്മുടെ ഫേസിൽ ഇങ്ങനെ വെക്കാം. എന്നിട്ട് നമ്മൾ ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഫേസ് വാഷ് നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷോ യൂസ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യാം. അതും ഇളം ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നമ്മുടെ തൈലം ഫുള്ളായിട്ട് ഫേസിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊരു അരമണിക്കൂറിന് ശേഷമാണ് വാഷ് ചെയ്ത് കളയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യുകയാണെങ്കിലും ചെയ്യേണ്ടത് കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു കറക്റ്റ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. നല്ല മണം. ഇപ്പോൾ തന്നെ കണ്ടില്ലേ നമ്മുടെ ഫേസ് നല്ലൊരു ഗ്ലോ അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കുങ്കുമാതി തൈലം ഏത് ബ്രാൻഡിൻ്റെ കുങ്കുമാതി തൈലമാണ് യൂസ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ ആദ്യം തന്നെ ഇത് അലർജി ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് നമ്മൾ ഫേസിൽ ഫുള്ളായിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അലർജി ഇല്ലയെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് കുറച്ചൊന്ന് പുരട്ടി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചൊറിച്ചിലോ അല്ലെങ്കിൽ ഇറിറ്റേഷൻസോ ഒന്നും ഇല്ല, പിമ്പിൾസോ ഒന്നും വരുന്നില്ല. ഒരു 24 hours എങ്കിലും വെക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് അലർജി ഒന്നും ഇല്ല എന്ന് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിന്യൂ ചെയ്താൽ മതി, ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഫേസിലൊക്കെ ചിലപ്പോൾ ഫുള്ളായിട്ട് പിമ്പിൾസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 weeks ഒക്കെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ, കുങ്കുമാതി തൈലം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും മാറ്റങ്ങൾ വന്നു തുടങ്ങുള്ളൂ. അപ്പോൾ 2 ദിവസം പുരട്ടി കഴിഞ്ഞാലൊന്നും നിങ്ങൾക്ക് ഒരു വ്യത്യാസവും തോന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 weeks നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ഫേസിൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. അല്ലാതെ 2 ദിവസം യൂസ് ചെയ്തിട്ട് പിന്നെ വേറെ ദിവസം യൂസ് ചെയ്യാതെ, അടുത്ത ദിവസം യൂസ് ചെയ്യാതെ പിന്നെ വേറെ ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ തുടർച്ചയായിട്ട് 2 ആഴ്ച യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് കിട്ടുക. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാനിപ്പോൾ ഒരു 3 weeks ആയി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്കുണ്ടായ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ കുറച്ചൊന്ന് ബ്രൈറ്റായി, ഒരു ഗ്ലോ വന്നു. അതുപോലെ തന്നെ എൻ്റെ കണ്ണിൻ്റെ താഴെ ഡാർക്ക് സർക്കിൾസ് ഉണ്ടായിരുന്നു, വർക്കൊന്നും ശരിയാവാനിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇത്രയൊന്നും അല്ല ഉണ്ടായിരുന്നുള്ളൂ, കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഈ ഒരു ചുണ്ടിൻ്റെ ഈ ഭാഗത്തൊരു ബ്ലാക്ക് കളർ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ കുങ്കുമാതി തൈലത്തിനെ കുറിച്ചിട്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ പറ്റുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടും റിലേറ്റീവ്സുമായിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.